ഹലോ അസ്സലാമു അലൈക്കും. നോർമൽ പെയിൻറ്റിങ്ങിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു കാര്യം ഞങ്ങളോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ക്രോച്ച് ഭാഗം മേലേക്ക് കയറി പോകുന്ന ആൾക്കാർക്ക് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ചിലർക്കുണ്ടാവും ക്രോച്ചിൻ്റെ ഭാഗം ഇങ്ങനെ മേലേക്ക് കയറണം. ആ കയറി പോകുന്ന ആൾക്കാർക്ക് ലെങ്ത്തിൽ കൂടെ 4 ഇഞ്ചിൻ്റെ പുറമെ 1 ഇഞ്ചും കൂടി അതേപോലെ 5 ഇഞ്ച് കൂട്ടി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം ഞാൻ 5 ഇഞ്ചാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 5 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ പാൻറ്റിൻ്റെ 1.5 ഇഞ്ച് താഴത്ത് കളന്ന് കൊടുക്കുക. 1.5 ഇഞ്ച് താഴത്ത് കളന്നതിന് ശേഷം അവിടെ നിന്നിട്ട് ചെരിച്ച് മാർക്ക് ചെയ്യുക. ഈ അറ്റത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ചെരിഞ്ഞ് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ക്രോച്ച് ഭാഗം കയറി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കയറി പോവാത്തവർക്ക് ഇറക്കത്തിലേക്ക് 4 ഇഞ്ച് മാത്രം കൂട്ടി കൊടുത്താൽ മതി. കയറി പോകുന്നവർക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. 1.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വേറൊരു പ്രശ്നം വരില്ല. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മളെ പാൻറ്റ് കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ മറന്നതാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച രീതിയും എനിക്ക് എടുക്കുന്ന രീതിയും നമ്മളെ വേസ്റ്റ് അളവുണ്ടല്ലോ, നമ്മളെ ഹിപ്പ് അളവിൻ്റെ മേലെ നമുക്ക് വണ്ണം കുറഞ്ഞ ഭാഗം, നമ്മളെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വണ്ണം കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് എത്രയാണോ നമ്മളെ അളവ് എന്ന് നോക്കിയിട്ട് ആ അളവിനെക്കാട്ടിലും 3 ഇഞ്ച് കുറക്കുക. നമ്മളെ വേസ്റ്റ് അളവിൽ നിന്ന് 3 ഇഞ്ച് കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 32ആണ്. എൻ്റെ വേസ്റ്റ് അളവ് 35ആണ്. അതിൽ ഞാൻ 3 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 32ആണ് കേട്ടോ. ചിലർ ഹിപ്പ് അളവെന്ന് 1-2 ഇഞ്ച് കുറക്കുക അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെയല്ല ചെയ്യലും. ഞാൻ പഠിച്ച രീതി ഇങ്ങനെയാണ്. അപ്പം എനിക്കത് പാകമായിട്ട് വരലുണ്ട് കേട്ടോ. എനിക്ക് നേരെ അളവിൻ്റെ കറക്റ്റ് ആവലുണ്ട്. അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ താഴ്ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ ഒന്നും കൂടി നോക്കിക്കോളിയും. ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ മേലേക്ക് 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞിട്ട് ചെരിച്ച് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം പാൻറ്റിൻ്റെ ക്രോച്ച് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യണത്. അതിന് ആദ്യം നമ്മൾ 2 തുണിയുടെയും നല്ല ഭാഗം പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം മാത്രം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇലാസ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷം മാത്രം മറ്റേ ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്റ്റിച്ച് ഇടാൻ നോക്കാം കേട്ടോ. എനിക്ക് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റിച്ച് ഇടുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ നോക്കാം. അതിന് ആദ്യം 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് മടക്കിയിട്ട് അതിൻ്റെ വക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ മടക്കി വെച്ച ഭാഗത്തു കൂടെ അല്ല, തുമ്പിൻ്റെ അത് കൂടെ അല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, നമ്മൾ വക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വക്കിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തുമ്പ് ഇങ്ങനെ മറിച്ച് ആക്കി കഴിഞ്ഞാൽ മറിച്ച് കിട്ടുന്നുണ്ട്. അതിന് ശേഷം 1.25 ഇഞ്ചിൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുക. 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ എന്തിനാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിങ് കൂടെ തന്നെയാണ് നമുക്ക് ഇലാസ്റ്റിക് ഇടുന്ന ആ സ്റ്റിച്ചിങ്ങും വരിക. അപ്പോൾ അത് കാരണം 2 സ്റ്റിച്ച് അവിടെ കാണൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇലാസ്റ്റിക് ഇട്ട 2 വക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ സ്പീഡ് കാണിക്കണത്. മനസ്സിലാവണില്ലെങ്കിൽ പറയണം. എന്ത് സംശയം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുക. എല്ലാം വലിച്ച് നേരാക്കി കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ നടുവ് കൂടെ ഒന്ന് വലിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വൃത്തി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം വരെ നമ്മൾ നടുവ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ക്രോച്ച് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശം വെച്ചിട്ട് ആ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട ഭാഗം നമുക്ക് ഇടാൻ എളുപ്പമാവാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗ്ഗം കേട്ടോ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ക്രോച്ച് ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇനി താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ചാണല്ലോ അടയാളപ്പെടുത്തിയത്, മേലേക്ക് സ്ട്രൈറ്റായിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ, ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ നമുക്കൊന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് നിർത്തിയിട്ട് 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. ഞാൻ എന്ത് അഭിപ്രായത്തിനും ഞങ്ങളെ കൂടെ നിൽക്കും. നിങ്ങൾ എന്ത് ചോദിക്കണമെങ്കിലും അതിനെല്ലാം ഞങ്ങൾക്ക് മറുപടി തന്നിട്ട് ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും. അപ്പോൾ രണ്ടാമത്തെ ക്ലോത്തും ഞാൻ അടി മടക്കി സ്റ്റിച്ച് ചെയ്യാണ്. അതിന് ശേഷമാണ് ഇനി നമുക്ക് സൈഡ് മൂട്ടി കൊടുക്കേണ്ടത് കേട്ടോ. ഇത്രയും പണിയുള്ളൂ നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇനി ഞാനിതാ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ സൈഡ് ചെരിച്ച് കട്ട് ചെയ്തിരുന്നല്ലോ, ആ ഭാഗം നമുക്ക് പുറത്തേക്ക് നിൽക്കും. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്താലും പ്രശ്നമല്ല, അതിൻ്റെ മുന്നേ കട്ട് ചെയ്താലും പ്രശ്നമല്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ശേഷമാണ് അത് കട്ട് ചെയ്യണമെച്ചെങ്കിലും പ്രശ്നമല്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ താഴേന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 1 ഇഞ്ച് മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെ ക്രോച്ചിൻ്റെ ആ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് വരണം. താഴേന്ന് 1 ഇഞ്ച് മുതൽ സ്റ്റിച്ച് ചെയ്ത് വന്ന് ക്രോച്ചിൻ്റെ ആ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് ആയിട്ട് ക്രോച്ചിൻ്റെ നമ്മളെ പാൻറ്റിൻ്റെ മറ്റേ കാലിൻ്റെ അവിടെ എത്തുമ്പോൾ നിർത്തണം. താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരിക്കലും പോവരുത്. ക്രോച്ചിൻ്റെ ഭാഗം വരെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കാലിൻ്റെ താഴത്തേക്ക് നമുക്ക് വലുതും ചെറുതുമായി പോവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റേ കാലിൻ്റെ താഴെ മുതൽ പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റേ കാലിൻ്റെ താഴെ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് മറ്റേ സൈഡിലെ താഴെ വരെ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് കിട്ടൂല. എങ്ങനെ ആയാലും താഴെ മേലെ ആയി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. എന്നിട്ട് ഈ കാലിൻ്റെ ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് ക്രോച്ചിൻ്റെ അവിടെ കൊടുന്ന് നിർത്തുക. അതിന് ശേഷം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരടിയും കൂടി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോച്ചിൻ്റെ 2 സൈഡിലെ സ്റ്റിച്ചിങ്ങും ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ വരാനും അതിൻ്റെ പെർഫെക്റ്റ് നമ്മൾ പാൻറ്റിൻ്റെ പെർഫെക്റ്റ് എന്താണോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. സിമ്പിളാണ്, ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പാൻറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. നോർമൽ പാൻറ്റിന് ഇത്രേ പണിയേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇനി എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചില്ലേ ഇലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കിട്ടും കേട്ടോ. ഞാൻ മറന്നിട്ട് മിഷീൻ്റെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിലെൻ്റെ ഈ ക്രോച്ചിൻ്റെ ഭാഗം നോക്കൂ, 2 സൈഡും ഒരേ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വരാൻ ശ്രമിക്കുക. എല്ലാവരും സ്റ്റിച്ച് ചെയ്തിട്ട് പിക്കൊക്കെ വിട്ട് തരിക. എന്തഭിപ്രായം ഉണ്ടെങ്കിലും ചോദിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് വീട്ടിലിരുന്നിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മാഷാ അല്ലാഹ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കും പല പിഴവും തെറ്റൊക്കെ എനിക്ക് വരലുണ്ട്. എന്നാലും നമ്മൾ ഒരിക്കലും പിന്നാക്കം നിൽക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് വരാം.